പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം, 193 എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസ സമൂഹമേ, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം എന്ന ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ഈ പഠന വഴികൾ നമ്മുടെ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും, സഭയിൽ നിന്ന് വിശ്വാസപരമായി വേറുപെട്ടു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് ഈ പ്രവർത്തനത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് കേൾക്കുന്നവർ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രിയപ്പെട്ടവർക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും ചെയ്താൽ വിശ്വാസത്തിൻ്റെ ചാഞ്ചല്യമുള്ള അനേകരെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കും. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നതായ വിഷയം, അപ്പസ്തോലിക സഭയിൽ ശിശുസ്നാനം ഉണ്ടായിരുന്നുവോ, അതിന് എന്തെങ്കിലും വേദ തെളിവുകളുണ്ടോ എന്നുള്ളതാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായം 9 വാക്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വസിച്ച് സ്നാനം ഏൽക്കുക മാത്രമാണ് ശരിയായിട്ടുള്ളത് എന്ന് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ, പ്രത്യേകിച്ചും പെന്തക്കോസ്ത് സമൂഹങ്ങൾ ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവർ പറയുന്നത് ശിശുക്കൾക്ക് സ്നാനം നൽകിയതായി വേദപുസ്തകത്തിൽ ഒരു സാക്ഷ്യവും ഇല്ല എന്നാണ്. ശിശുക്കൾക്ക് സ്നാനം നൽകിയെന്നോ നൽകരുത് എന്നോ ഒരു വചനം വേദപുസ്തകത്തിൽ ഇല്ല എന്നതാണ് സത്യമായ കാര്യം. എന്നാൽ വേദപുസ്തകം മുൻവിധികളെ മാറ്റി നിർത്തിക്കൊണ്ട് സൂക്ഷ്മമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ പഠിക്കുവാൻ ശ്രമിച്ചാൽ അപ്പോസ്തലന്മാർ ശിശുക്കൾക്ക് സ്നാനം നൽകിയിരുന്നുവെന്നും ഇത് പ്രവചന നിവൃത്തിയാകുന്നുവെന്നും നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധ്യത ഉണ്ട്. അത് ആണ് ഈ എപ്പിസോഡിലെ പ്രതിപാദ്യ വിഷയം. അപ്പോസ്തലന്മാരുടെ കാലത്ത് കുടുംബമായി സ്നാനപ്പെട്ടു എന്നും കുടുംബങ്ങളെ സ്നാനപ്പെടുത്തിയെന്നും ഉള്ളത് സത്യവചനമാണെന്ന് എല്ലാവരും സ്വീകരിക്കുന്നു. എന്നാൽ അങ്ങനത്തെ കുടുംബങ്ങളിൽ ശിശുക്കളുണ്ടായിരുന്നു എന്നതിന് വേദതെളിവ് എന്ത് എന്നതാണ് ഒരു പ്രശ്നം. എന്നാൽ കുടുംബമായി സ്നാനമേറ്റപ്പോൾ ആ കുടുംബത്തിലെ പൈതങ്ങളെ മാറ്റി നിർത്തിയാണ് സ്നാനം നൽകിയതെന്ന് ഒരിടത്തും വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ പൈതങ്ങളെ മാറ്റി നിർത്തേണ്ട ആവശ്യം ഇല്ല എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെ ഈ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ ശക്തമായിട്ട് സ്നാനത്തിൻ്റെ നിഴല് അല്ലെങ്കിൽ മുൻകുറിയായൊക്കെയും എടുത്തു വരുന്ന ചെങ്കടൽ സ്നാനത്തെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുക. ചെങ്കടലിലൂടെ സ്നാനമേറ്റതായ ജനം കുടുംബമായിട്ടാണ് സ്നാനമേറ്റത്. അതിൽ ശിശുക്കളില്ലായിരുന്നു എന്ന് ആരെങ്കിലും തർക്കിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വചനം ശ്രദ്ധയോടെ പഠിച്ചാൽ സ്നാനത്തിൻ്റെ മുൻകുറിയായി നിൽക്കുന്ന, നിഴലായി നിൽക്കുന്ന ചെങ്കടൽ സ്നാനത്തിൽ ശിശുക്കളുണ്ട് എന്ന് സമ്മതിച്ചേ മതിയാവും. വീണ്ടും വചനം നാം ശ്രദ്ധിക്കാം. 1 കൊരിന്ത്യർ 6:11
നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ഈ വചനപ്രകാരം വിശുദ്ധീകരണം ആരംഭിക്കുന്നത് സ്നാനത്തിലൂടെ ആകുന്നു എന്ന് വ്യക്തമാണ്. വീണ്ടും 1 കൊരിന്ത്യർ 7:14 മക്കൾ വിശുദ്ധരാകുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഇവിടെ പറയുന്ന മക്കൾ വിശുദ്ധരാകുവാൻ തക്കവണ്ണം സ്നാനം സ്വീകരിച്ചവരാണ് എന്നത് തർക്കമറ്റതായ കാര്യമാണ്. മാത്രവുമല്ല, ശിശുക്കൾ കർത്താവിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നത് ഏറ്റവും ദുഃഖകരമായ സങ്കടകരമായ ഒരു അനുഭവമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നു. അവർക്ക് കുഞ്ഞുങ്ങൾക്ക് ഇടർച്ച വരുത്താതിരിക്കണം. അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. കുടുംബമായി വിശ്വസിച്ചു സ്നാനമേറ്റു എന്ന് പറയുമ്പോൾ ശിശുക്കളെ മാറ്റി നിർത്തിയല്ല എന്ന് സ്പഷ്ടമാക്കണം. സഭയിൽ കുഞ്ഞുങ്ങളും ആടുകളും ഉണ്ട്, കുഞ്ഞാടുകളും ആടുകളും ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21:15 അവിടെ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. കുഞ്ഞാടുകൾ, ആടുകൾ. 21:16 വാക്യത്തിൽ ആടുകളെ മേയ്ക്കുക എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സഭയിൽ കുഞ്ഞാടുകളുണ്ട്, ആടുകളുമുണ്ട്. അവരെ രണ്ടിനെയും മേയ്ക്കുവാനുള്ള കൽപ്പനയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. മാത്രമല്ല, ഈ കുഞ്ഞുങ്ങൾ പാപമോചനം പ്രാപിച്ച കുഞ്ഞുങ്ങൾ ആയിരുന്നു എന്നതും വചനം സാക്ഷ്യപ്പെടുത്തുന്നു. 1 യോഹന്നാൻ 2:12 വാക്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ എന്നതിന് ലിറ്റിൽ ചിൽഡ്രൻ എന്നാണ് NRSVയിലും കിങ് ജെയിംസ് വെർഷനിലും എഴുതിയിരിക്കുന്നത്. ലിറ്റിൽ ചിൽഡ്രൻ, വെറും ചിൽഡ്രൻ അല്ല. എന്നാൽ ഈ ഭാഗം ഗ്രീക്കിൽ നാം പഠിക്കുകയാണെങ്കിൽ ടെക്ന എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് യങ് ചൈൽഡ് എന്നാണ് അർത്ഥമാകുന്നത്. ടെക്ന, യങ് ചൈൽഡ്. അതായത് ഇവിടെ പറയുന്ന കുഞ്ഞുങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 22:16 അപ്പോസ്തല പ്രവൃത്തികൾ 2:38 വചനങ്ങൾ പ്രകാരം സ്നാനമേറ്റ് പാപമോചനം പ്രാപിച്ചവരാകുന്നു എന്ന് വ്യക്തമാണ്. സ്നാനമേറ്റ് പാപമോചനം പ്രാപിക്കുക എന്നാണ് ഈ വേദഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപ്രകാരം കുഞ്ഞുങ്ങൾക്ക് പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ സ്നാനത്തിലൂടെ പാപപരിഹാരം പ്രാപിച്ചവരാകുന്നു എന്നതും തർക്കമറ്റൊരു കാര്യമാണ്. ആകയാൽ ആദിമ സഭയിലെ യങ് ചൈൽഡ്, ശിശുക്കൾ സ്നാനത്തിലൂടെ ശുദ്ധീകരണവും പാപമോചനവും പ്രാപിച്ചവരായിരുന്നു എന്ന് വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ സാധിക്കണം. എന്നാൽ ഈ സത്യം വിശ്വസിക്കണമെങ്കിൽ മുൻവിധികളെ മാറ്റി നിർത്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ വചനം പഠിക്കുവാനായിട്ട് സാധിക്കണം. ഏതെങ്കിലും മുൻവിധികളോടുകൂടിയാണ് നിങ്ങൾ വചനം പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിൽ സാത്താൻ്റെ ആലോചന കടന്നു വരികയും വചനം നിഷ്പ്രയോജനമാകുവാൻ തക്കവണ്ണം നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഈ പ്രകാരം സ്നാനത്തിലൂടെ വിശുദ്ധീകരണവും പാപമോചനവും പ്രാപിച്ച് കുടുംബമായി സ്നാനമേറ്റ പൈതങ്ങൾ ആദിമ സഭയുടെ ഭാഗമായത് ഒരു പ്രവചന നിവൃത്തി കൂടിയാണ്. യോവേൽ പ്രവാചകൻ ഈ കാര്യം മുന്നമേ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോവേൽ പ്രവചനം 2:15-16 തിരുവചന ഭാഗങ്ങൾ, ഒരു ഉപവാസം നിയമിപ്പിൻ,
സഭായോഗം വിളിപ്പീൻ, ജനത്തെ കൂട്ടിവരുത്തുവിൻ, സഭയെ വിശുദ്ധീകരിപ്പീൻ, മൂപ്പന്മാരെ കൂട്ടിവരുത്തുവിൻ, പൈതങ്ങളെയും മുല കുടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ എന്നാണ് യോവേൽ തൻ്റെ പ്രവചനത്തിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധേയമാണ്. സഭയെ ശുദ്ധീകരിച്ച് സഭായോഗം വിളിക്കണം. അതിൽ മൂപ്പന്മാരുണ്ടാകണം, പൈതങ്ങളുണ്ടാകണം, മുല കുടിക്കുന്ന ശിശുക്കളും ഉണ്ടായിരിക്കണം എന്ന പ്രവചനം ശ്രദ്ധിക്കുക. ഇസ്രയേലിൽ 12 വയസ്സാകാത്ത ആർക്കും സഭായോഗത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവരവരെ അവിടെ പ്രവേശിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പ്രവാചകൻ പറയുന്നത് മുല കുടിക്കുന്ന കുഞ്ഞു പൈതങ്ങളെയും സഭായോഗത്തിൽ കൂട്ടിവരുത്തുവാനുള്ള കൽപ്പനയാണ്. ഈ പ്രവചനമാണ് അപ്പോസ്തലന്മാർ ശിശുക്കൾക്ക് സ്നാനം നൽകി അവരെ ശുദ്ധീകരിച്ച് പാപപരിഹാരത്തിന് അർഹരാക്കി തീർത്തുകൊണ്ട് കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവാനായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ഇത് വിശ്വാസ യോഗ്യമായ വചനമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ അപ്പോസ്തോലിക സഭയിൽ സ്ഥാനമേറ്റ ശിശുക്കളില്ലായിരുന്നു എന്ന വ്യാഖ്യാനം ഒരു പൈശാചിക ഉപദേശം മാത്രമാണ് എന്ന് തറപ്പിച്ചു പറയുവാനായിട്ട് പരിശുദ്ധാത്മാവിൽ ഞാൻ ശരണപ്പെട്ടുകൊള്ളുന്നു. ഇതേവരെയും ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.